സിദ്ധാർത്ഥന് നീതി തേടി ABVPയുടെ ലോങ് മാർച്ച് പുരോഗമിക്കുകയാണ്. അഴീക്കോട് ജംഗ്ഷനിലാണ് നിലവിൽ മാർച്ച് എത്തി നിൽക്കുന്നത്. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളാണ് ദീപശിഖ സമരനായകൻ EU ഈശ്വരപ്രസാദിന് കൈമാറിയത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, ഏതായാലും സിദ്ധാർത്ഥന് നീതി ലഭിക്കണം, കൃത്യമായ അന്വേഷണം നടക്കണം. പോലീസ് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴാണ് ABVPയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വെറ്റിനറി സർവകലാശാലയിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ നീതി ആവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും നടക്കുന്ന SFI ഭീകരതയ്ക്കെതിരെയുമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ലോങ് മാർച്ച് ABVP നടത്തുന്നത്. രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച ലോങ് മാർച്ച് ഇപ്പോൾ കിലോമീറ്ററുകൾ പിന്നിട്ടിട്ടുണ്ട്. അഴീക്കോട് ജംഗ്ഷൻ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ലോങ് മാർച്ച്. രാത്രി 7 മണിയോടുകൂടി സെക്രട്ടേറിയറ്റ് പഠിക്കലാണ് ഈ ഒരു ലോങ് മാർച്ച് സമാപിക്കാൻ പോകുന്നത്. EU ഈശ്വരപ്രസാദ് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദാണ് ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ഒരു ലോങ് മാർച്ച് നയിക്കുന്നത്. സമരനായകൻ EU ഈശ്വരപ്രസാദിന് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും കൊളുത്തി നൽകിയ ദീപശിഖയുമായാണ് ഈ ഒരു ലോങ് മാർച്ച്. ഇപ്പോൾ ഈ ഒരു വലിയ ചൂടുള്ള സമയമാണ്. ആ കടുത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ, ഒരു യുവാവിന്റെ നീതിക്കായുള്ള പോരാട്ടത്തിൽ ഈ വിദ്യാർത്ഥികളും ഈ ABVP പ്രവർത്തകരും ഭാഗമായിരിക്കുന്നത്. ABVPയുടെ ദേശീയ സെക്രട്ടറി ശ്രാവൺ ആണ് ഈ ഒരു ഔദ്യോഗികമായി ഒരു ലോങ് മാർച്ച് ഉദ്ഘാടനം കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും നമുക്ക് ഈ ഒരു സമരനായകൻ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ പ്രതിഷേധങ്ങൾക്കും നീതിക്കും വേണ്ടി തെരുവിലിറങ്ങിയത് ABVP പോലെയുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും ഇല്ലാത്ത വൈത്തിരി കോളേജിന് സമീപത്താണ് ആദ്യം അവർ പ്രതിഷേധം നടത്തിയത്. പിന്നീട് സെക്രട്ടേറിയറ്റ് പഠിക്കലും ഇപ്പോൾ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് വീണ്ടും സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് ഒരു പ്രതിഷേധ സമരം അല്ലെങ്കിൽ ലോങ് മാർച്ചിലേക്ക് എത്തുകയാണ്. EU ഈശ്വരപ്രസാദ്, ഈ ഒരു സമരത്തോടെ അല്ലെങ്കിൽ ലോങ് മാർച്ചോടെ ഒരു നീതി സിദ്ധാർത്ഥന് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇനിയും ഇത്രയും വലിയ സമരവുമായിട്ടും സിദ്ധാർത്ഥന് നീതി കൊടുക്കാൻ വേണ്ടി ഇവിടെ സർക്കാരിന് കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും. അത് ഒരിക്കലും പിണറായി വിജയനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ തടയാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. അത്രയും ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് ABVP പോകേണ്ടി വരും. കാരണം ആ വീടിന്റെ കണ്ണുനീര് 10-18 ദിവസമായിട്ടും അത് കാണാൻ വേണ്ടിയിട്ട് സർക്കാർ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ABVPക്ക് അറിയാം. അത്തരത്തിൽ തന്നെ ABVP സമരവുമായിട്ട് മുന്നോട്ട് പോകും. ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ഒരു വാക്ക് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. എങ്ങനെ തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു മൗനം? പല വിഷയങ്ങളിലും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളിലായാലും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് 10-50 ആൾക്കാരെ ഫേസ്ബുക്കിൽ ഒക്കെ ജോലിക്ക് വെച്ചുള്ള പിണറായി വിജയന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് തീർത്തും അദ്ദേഹത്തിന് പരാജയമാണ്. ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലും ആഭ്യന്തരമന്ത്രി എന്ന രീതിയിലും അദ്ദേഹത്തിന് പരാജയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് ഇതുപോലെ സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പരാജയമാണ്. അതിന് ABVP പുച്ഛത്തോടെ തന്നെ കാണുന്നുള്ളൂ. കാരണം അദ്ദേഹം പ്രതികരിക്കില്ല എന്നുള്ള ABVPക്ക് അറിയാം. പക്ഷെ നീതി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ലെങ്കിൽ അതിൽ ABVP ഇടപെടും. കൃത്യമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും. അത് ശക്തമായ പ്രതിഷേധമായിരിക്കും. അത് നമ്മൾ ഇത്രയും ദിവസം സമാധാനപരമായിട്ടാണ് ABVPയുടെ സമരം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ട് ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭാത്മകമായുള്ള സമയമായിട്ട് മുന്നോട്ട് പോകും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ. മൗനം തുടർന്നാലും വേണ്ടില്ല, പക്ഷേ സിദ്ധാർത്ഥന് നീതി നൽകുന്നതിൽ, നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുഖ്യമന്ത്രി അലംഭാവം കാണിക്കരുത് എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രതിഷേധ മാർച്ച് അല്ലെങ്കിൽ ലോങ് മാർച്ച് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് ABVPയുടെ ദേശീയ സെക്രട്ടറി ശ്രാവണാണ്. ശ്രാവൺജി നമുക്കൊപ്പം ചേരുകയാണ്. ഈ ഒരു സമരം മണിക്കൂറുകൾ തീർച്ചയായും, കാരണം ഈ കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കേരള പോലീസിന്റെ അന്വേഷണം ഏത് നിലയിലേക്കാണ് പോകുന്നതെന്ന് കേരള സമൂഹം ഇത്ര നാളായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിനെതിരെ ഈ കേസ് CBI ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ABVP ഇന്ന് ഈ ചലോ കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. അപ്പോൾ സിദ്ധാർത്ഥിന്റെ നീതിക്കായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ തീജ്വാലയായിട്ട് വരുന്നത്. അവരുടെ ആ ഒരു വിഷമവും കണ്ണുനീരിനും ന്യായം കിട്ടിയേ മതിയാവൂ. കേരള സമൂഹം കാണും സിദ്ധാർത്ഥിന് നീതി ലഭിക്കുന്നത്. അത് ABVP ഉറപ്പ് നൽകുന്നതാണ്. സംസ്ഥാനത്തെ ഓരോ കലാലയങ്ങളിലും നടക്കുന്ന SFI അത് അവസാനിപ്പിക്കേണ്ട സമയമായി. തീർച്ചയായും അത് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം കുറേ വർഷങ്ങളായി SFI എപ്പോഴാണോ സിദ്ധാർത്ഥന് നീതി തേടി ABVPയുടെ ലോങ് മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴീക്കോട് ജംഗ്ഷനിലാണ് നിലവിൽ മാർച്ച് എത്തി നിൽക്കുന്നത്. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളാണ് ദീപശിഖ സമരനായകൻ EU ഈശ്വരപ്രസാദിന് കൈമാറിയത്. വൈകിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ റാലി സമാപിക്കും. വിശദാംശങ്ങളാണ് ശാലിനി നൽകിയത്.